ഇന്ന് നമുക്ക് മുട്ടാപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല സോഫ്റ്റായ മുട്ടാപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി നമുക്ക് ആദ്യം പച്ചരി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഇനി ഒരു കുതിർത്ത പച്ചരി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി ഒട്ടും തന്നെ വെള്ളമില്ലാതെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് ചോറാണ്. ഞാനിവിടെ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ചോറ് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ചോറാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. ഒരു മുട്ട കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മൈദയാണ്. 1 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഈ ഒരു മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു മുട്ടാപ്പത്തിന് ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊതുവെ മുട്ടാപ്പത്തിന് ചെറിയൊരു മധുരം ഉണ്ടാവുകയുള്ളൂ. ഇതിലേക്ക് 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഏലക്കയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. 1 കപ്പ് വെള്ളത്തിലാണ് ഞാൻ ഈ ഒരു അരി അരച്ചെടുക്കുന്നത്. 1 കപ്പ് അരിയും 1 കപ്പ് ചോറും 1 കപ്പ് വെള്ളവും ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ മാവ് ഒരുപാട് ലൂസും അല്ല, നല്ല കട്ടിയുമല്ല. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. അഥവാ മാവ് കുറച്ച് ലൂസായിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി മൈദ ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടാപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നോക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലാണ് നമ്മൾ ഈ ഒരു മുട്ടാപ്പം തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ചട്ടി നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം വേണം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ നന്നായി ചൂടായതിനു ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ചട്ടിയും എണ്ണയെല്ലാം നന്നായി ചൂടായതിനു ശേഷം മാവ് ഒഴിച്ചാൽ മാത്രമേ നമ്മുടെ ഈ ഒരു മുട്ടാപ്പം നല്ല കളറെല്ലാം മാറി വരികയുള്ളൂ. ഇപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഒരു കുഴിയിലെല്ലാം മാവ് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിനെ തിരിച്ചിടണം. നമ്മളിങ്ങനെ തിരിച്ചിടുന്ന സമയത്ത് ഉള്ളിലുള്ള മാവ് പുറത്ത് വന്നിട്ട് ഉൾഭാഗം നന്നായിട്ട് വെന്ത് വരും. അപ്പം കളറൊന്നും മാറാൻ നിൽക്കണ്ട. നമ്മൾ ഈ ഒരു 5 കുഴിയിലും മാവ് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും തിരിച്ചിട്ട് നന്നായിട്ട് കളർ മാറുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ മുഴുവനും ഇതുപോലെ തിരിച്ചിട്ടിട്ടുണ്ട്. ഈ സമയം ബാക്കിയുള്ള മാവ് പുറത്തേക്ക് വന്നിട്ട് ഉൾഭാഗം നന്നായിട്ട് വെന്ത് വരും. ഇനി നല്ലവണ്ണം ഒന്ന് കളർ മാറി വിടുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മുട്ടാപ്പത്തിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടാപ്പം എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് മുഴുവൻ മാവ് കൊണ്ട് മുട്ടാപ്പം തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ മുട്ടാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഉൾഭാഗം നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ച് തരാം. നമ്മുടെ മുട്ടാപ്പത്തിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.